ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദേവജിത്ത് വ്ളോഗ്സ്. അങ്ങനെ വീണ്ടും ഒരു എനർജറ്റിക് വീഡിയോയുമായി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. മലയാള സിനിമയിൽ കുറച്ചു നാളുകളായി ഇറങ്ങുന്ന സിനിമകൾ മിക്കതും വൻ വിജയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിൽ വൻ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് 10 ഗ്രോസിംഗ് മലയാളം ഫിലിംസിൽ 7 കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് റിലീസായത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 മലയാള സിനിമകൾ ഏതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പം ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2023 കിങ് ഓഫ് കൊത്തയ്ക്കൊപ്പം ഓണം ക്ലാഷ് റിലീസിനെത്തിയ RDX എന്ന സിനിമയാണ് ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത്. ഈ സിനിമയായിരുന്നു ഓണം ക്ലാഷ് വിന്നർ. ഈ സിനിമയുടെ മുഴുവൻ പേര് റോബർട്ട് ഡോണി സേവിയർ എന്നതാണ്. 7.1 ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. 151 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ്. 83.4 കോടി രൂപ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടി. 35.3 കോടിയാണ് ഈ സിനിമയുടെ ഷെയർ കളക്ഷൻ. ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ളത് 2023 ക്രിസ്മസ് റിലീസായി എത്തിയ നേരി എന്ന സിനിമയാണ്. കുറെ വർഷങ്ങളായി തിയേറ്ററിൽ വിജയമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ലാലേട്ടന്റെ കരിയറിൽ ഒരു വിജയം നേടിത്തന്ന സിനിമയാണ് നേര്. 7.5 ആണ് ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. 150 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. ഒരു കോർട്ട് റൂം ഡ്രാമയായിരുന്നു ചിത്രം പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടിയെടുത്തത്. 84.4 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 35.2 കോടി രൂപയായിരുന്നു ഷെയർ കളക്ഷൻ. ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമയാണ്. ഇതാണ് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. 7.6 ആണ് ഈ സിനിമയുടെ റേറ്റിംഗ്. 144 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. ഒരു ആക്ഷൻ മാസ് എന്റർടൈനർ ആയിരുന്നു സിനിമ. തിയേറ്ററുകളിൽ നിന്നും മാത്രം 87 കോടിയായിരുന്നു സിനിമയുടെ കളക്ഷൻ. 38.3 കോടി ഷെയർ കളക്ഷനും നേടി ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി. ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് ഈ വർഷം വിഷു റിലീസായി വർഷങ്ങൾക്ക് ശേഷത്തോടൊപ്പം ക്ലാഷ് റിലീസായി എത്തിയ ആവേശമാണ്. ഒരു ആക്ഷൻ കോമഡി സിനിമയായിരുന്നു ഇത്. 8.2 IMDb റേറ്റിംഗ് ആണ് ചിത്രത്തിന് ഇപ്പോൾ ഉള്ളത്. 155 മിനിറ്റാണ് ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം. ഇപ്പോൾ 115 കോടി ചിത്രം കടന്നിരിക്കുകയാണ്. 44.50 കോടിയാണ് ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഷെയർ കളക്ഷൻ. ചിത്രം ഇനിയും തിയേറ്ററിൽ എത്ര നാൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. കളക്ഷൻ ഏതറ്റം വഴിയും പോകാം. ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് 2019 പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ ലൂസിഫർ എന്ന സിനിമയാണ്. 175 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. ഇതൊരു ആക്ഷൻ മാസ് ഫിലിമായിരുന്നു. 7.5 ആണ് IMDb റേറ്റിംഗ്. 127 കോടിയാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 54 കോടി ഷെയർ കളക്ഷനായി നേടിയെടുത്തു. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് 2024 പുറത്തിറങ്ങിയ പ്രേമലു എന്ന ചിത്രമാണ്. ഒരു കോമഡി റൊമാൻറ്റിക് ഫിലിമാണിത്. 156 മിനിറ്റാണ് സിനിമയുടെ റണ്ണിംഗ് ടൈം. 8.1 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. 136 കോടിയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് 2016 പുറത്തിറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയാണ്. 150 കോടിയായിരുന്നു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 161 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. ഇതൊരു ആക്ഷൻ ത്രില്ലർ ഫിലിമായിരുന്നു. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് 2024 പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയാണ്. ബ്ലസി ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. 173 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിംഗ് ടൈം. 150 കോടിക്ക് മുകളിൽ ഇതിനോടകം തന്നെ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നു. 8.7 ആണ് IMDb റേറ്റിംഗ്. ഇതൊരു മികച്ച സർവൈവൽ ത്രില്ലർ സിനിമയാണ്. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് 2023 റിലീസായ 2018 എന്ന സിനിമയാണ്. 2018 കേരളത്തിൽ നടന്ന പ്രളയത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. 150 മിനിറ്റാണ് സിനിമയുടെ റണ്ണിംഗ് ടൈം. 8.4 ആണ് സിനിമയുടെ IMDb റേറ്റിംഗ്. 175 കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തു. അടുത്തതായി നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന 1ാം സ്ഥാനത്തുള്ള സിനിമ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ആ സിനിമ. 8.7 ആണ് സിനിമയുടെ IMDb റേറ്റിംഗ്. 135 മിനിറ്റാണ് സിനിമയുടെ റണ്ണിംഗ് ടൈം. 240ഓളം കോടിയാണ് സിനിമ ടോട്ടൽ കളക്ട് ചെയ്തത്. ഇതൊരു സർവൈവൽ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.